പൊന്നമ്മേ, എന്തോ? എനിക്കൊരു കല്യാണ ആലോചന വന്നിരിക്കുന്നു. എവിടുന്നാ സാറേ? നല്ല മിടുക്കിയ ഒരു പെണ്ണ്, അരിയും കറിയൊക്കെ നന്നായിട്ട് വെക്കും. ആണോ? പക്ഷെ അവൾക്കൊരു ആക്ഷേപം, സാറിന് പ്രായം കൂടി പോയെന്ന്. നീ എന്താ അവിടെ നിൽക്കുന്നത്? വേഗം പോയെല്ലാം ഒരുക്ക്. എനിക്ക് ആശ്രമത്തിൽ പോകാൻ സമയമായി. നിങ്ങളല്ലാതെ വഷളം സ്വാമിയുടെ പുറകെ ഇങ്ങനെ ഭ്രാന്തളകി നടക്കുമല്ലോ. അതെന്റെ കാര്യമാണ്. ആ പൊന്നമ്മേ. എന്തോ? പിണങ്ങി. സാറേ, കുറച്ചും കൂടെ കാപ്പി. വേണ്ട വേണ്ട. അല്ല, ആ മുഖത്തിന്റെ ഐശ്വര്യം ഒന്ന് കണ്ട് ആസ്വദിക്കാമല്ലോ എന്ന് കരുതി. പക്ഷലത്രം പറയാനേ അറിയൂ. അല്ല, പ്രവർത്തിക്കാനും അറിയാം. വലിയ സൂക്കേടാണല്ലോ. ആ കള്ളച്ചിരി ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു. വേറെ ജോലിയൊന്നുമില്ലേ? മറ്റുള്ളവരെ ബോറടിക്കാൻ ഇങ്ങനെയാ ശീലിച്ചു പോയത്. അതിനിപ്പോ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റണമെന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാണെങ്കിൽ മാറ്റാം. എനിക്ക് ഈ ഭാഷ അറിഞ്ഞൂടാ. സാവധാനം പഠിച്ചുകൊള്ളും. എനിക്ക് പഠിക്കണ്ട. അങ്ങനെ അങ്ങ് പറയാതെ. സരസ്വതിയമ്മേ, ക്ഷമിക്കണം. എനിക്ക് മാപ്പ് തരൂ. മറ്റൊന്നും തോന്നരുത്. ചെയ്യാൻ പാടില്ലാത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഉള്ളിൽ തോന്നുന്ന വികാരം തന്റെ ഇടത്തോടെ പ്രകടിപ്പിക്കേണ്ടത് പുരുഷന്റെ ധർമ്മമാണ്. സരസ്വതി എന്റേതാവണമെന്നാണ് എന്റെ ആഗ്രഹം. ഇഷ്ടമാണെങ്കിൽ. കൊച്ചമ്മേ, അമ്പലത്തിൽ പോകുന്നില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല. പൂജമുറിയിലെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നീ കൊണ്ടുപോയി കൊടുത്തിട്ട് വാ. പിന്നെ കൂട്ടിന് പൊട്ടനെ വിളിച്ചോ. അധികം താമസിക്കണ്ട. എന്താ പൊന്നമ്മേ? എന്താ? ഒന്നുമില്ല. പിന്നെ എന്തിനാ വിളിച്ചത്? പൊന്നമ്മയ്ക്ക് പേടിയോ? ഇല്ല. പൊന്നമ്മയ്ക്ക് പേടിയുണ്ടെങ്കിൽ എന്റെ അടുത്ത് ചേർന്ന് നടന്നോ? പൊന്നമ്മ പേടിക്കണ്ട കേട്ടോ. ഇയാൾക്ക് പേടിയുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തെ? പൊന്നമ്മേ, പൊന്നമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണോ? പിന്നെ സത്യമായിട്ട്? സത്യമായിട്ടും. കണ്ണ് ദൃഷ്ടിയാണ്. എന്താ കൈ വിറയ്ക്കുന്നത്? വാ 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 വാ. ഇനി നീ പൊയ്ക്കോ. നേരെ ഒരുപാട് ഇരുട്ടി. പൊയ്ക്കോ. ഇയാൾക്ക് എന്ത് പറ്റി? എടാ പട്ട, എന്താ ആടി
ഇവിടെ വരൂ, വരൂ പൊന്നമ്മേ. എന്തായിരുന്നു പൊട്ടനുമായി? എനിക്ക് വളരെ വേഗം ബോംബെക്ക് ഒരു ട്രാൻസ്ഫർ കണ്ടേക്കും. താൻ ഇവിടെ ഉണ്ടായിരുന്നു, രസമായിരുന്നു. എവിടെ ആയാലും എനിക്ക് ഒന്നുപോലെ തന്നെ. ഇവൻ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഇവൻ 4-5 ദിവസമായിട്ട് അവിടെ നിന്ന് പിണങ്ങി നടക്കുകയല്ലേ? ആണോ? പൊട്ടാ, നീ അങ്ങോട്ട് ചെല്ലേ. നിങ്ങളൊക്കെ എന്തിനാണ് അവനെ പൊട്ടാന്ന് വിളിക്കുന്നത്? നല്ലൊരു പേരില്ലേ അവന്, ഇല്ലേ രാഘവ? ശരി, ഞാൻ ഇറങ്ങട്ടെ. ബൈ. ആ ചേച്ചി പ്രൈവറ്റ് സെക്രട്ടറി അന്വേഷിക്കുന്നുണ്ട്. ഞാൻ രാഘവനെ എന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കാൻ പോവുകയാണ്. രാഘവ, അവിടെ പോയി എണ്ണ കാച്ചി വെച്ചിട്ടുണ്ട്, വാങ്ങിച്ചോണ്ട് വാ. ഏയ്, പോയി വാങ്ങിച്ചോണ്ട് വാ. വാ. എണ്ണ തരാൻ ഇവിടെ എണ്ണ കച്ചവടമില്ല. സാറ് പറഞ്ഞിട്ടാ. ആര് പറഞ്ഞിട്ടാ? സാറ്. ഓഹോ, സാറ് പറഞ്ഞത് കൊണ്ടാണോ ഇവിടെ വന്നത്? അല്ലെങ്കിൽ ഇങ്ങോട്ട് വരില്ലായിരുന്നോ? എണ്ണ തരാൻ ഒക്കില്ലെന്ന് പോയി പറ. സായിപ്പേ, നീ വന്നേ, ഇങ്ങോട്ട് വരാൻ. എന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ. ഇപ്പൊ പിണക്കൊക്കെ തീർന്നോ? ഞാനല്ലല്ലോ പിണങ്ങിയത്. പിന്നെ ആരാ? സാരമില്ല, ഇനി പിണങ്ങുമോ? സത്യമാണോ? സത്യമാണ്. അമ്മയെ തൊട്ടാണേണ്ട. അമ്മയാണ്. ആരുടെ അമ്മയാ? വാ, എണ്ണ തരാം. എന്താ അവിടെ നിൽക്കുന്നേ? ഓ, മാലയോ? ആണുങ്ങൾക്ക് എന്തിനാ മാല? വേണം. അതിപ്പോ തരാൻ ഒക്കില്ല. സുന്ദരക്കുട്ട, ഇതാ ഇതാരുടെ കഴുത്തിലിടാനാ? ആഹാ, കൊത്തു കൊത്തു മുറത്തൽക്കാർ കൊത്തി തുടങ്ങിയോ? വാ, എണ്ണ തരാം. കൊണ്ടുവന്നോ? എന്നാ മറ്റേ കയ്യിലെന്തുവാ? ആ കയ്യില് രണ്ട് കൈ കാണിക്കേ. എടാ വീരാ, ഈ പൂ എവിടെ നിന്ന് കിട്ടി? ആര് തന്നു? പൊന്നമ്മ തന്നോ? പൊന്നമ്മ നിനക്ക് ഇഷ്ടമാണോ? കല്യാണം കഴിപ്പിച്ചു തരട്ടെ? എടാ വീരാതി വീരാ, തിരക്കടല്ലോ. നീ കണ്ണു തുറന്നിരുന്ന് സ്വപ്നം കാണുകയാണല്ലേ? ചേച്ചി എവിടെ? തഹസീൽദാർ അദ്ദേഹത്തിന്റെ അവിടെ ഇന്ന് പൂജയുണ്ട്. ആഹാ, അപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ.
ഭാഗ്യം. അയ്യോ, കൊച്ചമ്മ ചിലപ്പോൾ പെട്ടെന്ന് കയറി വരും. ഇല്ലടി മണ്ടി, നമുക്ക് എന്റെ മുറിയിലേക്ക് പോവാം. അയ്യോ വേണ്ട, എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കാതെ, ചേച്ചി ഒന്നും വരില്ല. വരൂ. വേണ്ട. വരൂ, നമുക്ക് ഇങ്ങോട്ട് പോവാം. എന്നെ വിടൂ, എന്നെ വിടൂ. പിന്നെ ഞാൻ വിളിച്ചു പോവും. ഞാനും വിളിച്ചു പോകും. എന്നോട് പിണങ്ങി? ഇല്ല, ഇണങ്ങി. അയ്യോ, അയാൾ കണ്ടു. സാരമില്ല, പേടിക്കണ്ട. അവൻ പൊട്ടനല്ലേ. എന്തോ? വേഗം വാ. അനന്തരവിടെ? ശിവരാപിള്ള നിന്റെ കുഞ്ഞിന് സുഖമില്ലെന്നും പറഞ്ഞ് കൊച്ചമ്മ അങ്ങുന്നും കൂടെ അങ്ങോട്ട് പോയിരിക്കാണ്. നിന്റെ കൊച്ചമ്മയ്ക്ക് കുഞ്ഞുങ്ങളോട് സ്നേഹം തോന്നി തുടങ്ങിയോടി? എന്തോ എനിക്കറിഞ്ഞൂടാ. നിനക്ക് പിന്നെ എന്തോ അറിയാം. മാല കെട്ടാൻ അറിയാം. മാല കെട്ടി രാഘവന് മാത്രം കൊടുത്താൽ മതിയോ? നാണം കൊണ്ടൊന്നും വേണ്ട. രാഘവനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കാൻ പോവാ. നല്ല വാ, വാ. അങ്ങനെ പ്രതിഷേധിച്ചാലോ? ഞാൻ തമാശ പറഞ്ഞല്ലേ. ആരാത്? എന്താ?
ഞാൻ സരസ്വതി അമ്മ കുഞ്ഞിനെ ഒന്ന് കാണാനായിട്ട് വന്നത്. ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കാം. ഞാൻ പോന്നു. സാറേ, ആ സ്വാമി ഇവിടെ വന്നിരുന്നു. പൂജ ഉണ്ടായിരുന്നു? ഇല്ല, സാറിനെ പറ്റി ഒരുപാട് പറഞ്ഞു. എന്തോന്ന് പറഞ്ഞു? സാറിനെ ഇവിടെ കയറ്റരുതെന്നും സാർ ഇവിടെ വരുന്നത് കൊണ്ട് ഓരോരുത്തരും ഓരോന്നൊക്കെ പറയുന്നെന്നും സ്വാമി കൊച്ചമ്മയോട് പറഞ്ഞു. കൊച്ചമ്മ എന്ത് പറഞ്ഞു? കേട്ടോണ്ട് നിന്നതേ ഉള്ളൂ. അപ്പോഴേ വന്നമേ, വല്ലപ്പോഴും ഒക്കെ ഒരു മാല എനിക്ക് കെട്ടിത്തരണം കേട്ടോ.